കരുണയ്ക്കായി ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. താങ്ക് യു. വിളക്കുകളാകണമെന്നുള്ള കൽപ്പനയാൽ ഞങ്ങൾ നിർത്തിയിരിക്കുന്നതിനായി, അങ്ങയുടെ കൽപ്പനയാൽ ഞങ്ങളെ ചലിപ്പിക്കുന്നതിനായി കർത്താവേ, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ഒരിക്കൽ കൂടെ അത് കൃപയാൽ നിറയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ബന്ധനങ്ങൾ കൂടെ അഴിയപ്പെടട്ടെ. ചില കെട്ടുകൾ കൂടെ പൊട്ടിപ്പോകട്ടെ. ചിലരുടെ കർത്താവിന്റെ കൽപ്പന അനുസരിക്കട്ടെ. ചിലരുടെ കർത്താവിനെ ആഴത്തിൽ ഇറങ്ങി സ്നേഹിപ്പാൻ, അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ചില ജീവിതങ്ങളുടെ മേൽ ഉയരത്തിലേക്ക് കൃപ പകരുമാറാകണമേ. യെസ്, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവത്തെ പരിഹസിക്കുന്നവരായി തീരരുത് എന്നൊരു വിഷയം നാം ചിന്തിക്കുവാൻ ഈ പ്രഭാതത്തിൽ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചന കേൾവിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. കുടപ്പിറപ്പുകളെ, മനുഷ്യൻ എന്ത് വിതയ്ക്കുന്നുവോ അതുതന്നെ അവരുടെ ജീവിതത്തിൽ കൊയ്തെടുക്കേണ്ടി വരുമെന്നാണ് തിരുവചനം അടിവരയിട്ട് പഠിപ്പിക്കുന്ന സത്യം. ദൈവമക്കൾ മാത്രമല്ല, ലോകമക്കളോടുമുള്ള ബന്ധത്തിൽ ഈ പ്രമാണം അങ്ങനെ തന്നെ ഫലം പുറപ്പെടുവിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ലോകക്കാരോടല്ല, ദൈവമക്കളോടാണ്, വിശുദ്ധന്മാരോടാണ് ദൈവാത്മാവ് ഈ മുന്നറിയിപ്പ് പറയുന്നത്, ഈ ഉപദേശം പറയുന്നത്. വഞ്ചനപ്പെടാതിരിക്കുവാൻ ശ്രമിക്കേണ്ടത് പ്രിയരെ നാം ഓരോരുത്തരും ആണ്. അതിനുവേണ്ടി നാം ഉണർന്നിരിക്കേണ്ടത് ആവശ്യം. നാം നിർമ്മതരായിരിക്കണമെന്നാണ് ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ആത്മീയമായി ഉറങ്ങിയാൽ, നാം ആത്മീയമായി തളർന്നു പോയാൽ ദുഷ്ടൻ വന്ന് കള വിതയ്ക്കും. നമ്മുടെ മനസ്സിൽ അവൻ കള വിതയ്ക്കും. നാം അത് ഏറ്റെടുത്ത് വരുംവരായികളൊന്നും ചിന്തിക്കാതെ സാഹചര്യം വരുമ്പോൾ ജഡത്തിൽ അത് വിതയ്ക്കുവാനിടയായിത്തീരും. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ അതിൻ്റെ ഫലം എന്ന നാശം നാം ധാരാളമായി കൊയ്യേണ്ടിയും വരും. പിശാച് വഞ്ചിക്കുന്നവനാണ്, അവൻ വഞ്ചകനാണ്. നാം ആ വഞ്ചനയിൽ, അവൻ്റെ വഞ്ചനയിൽ കുരുങ്ങിപ്പോയാൽ പ്രിയരെ മറക്കരുത്, നാം പരിഹാസികളായിത്തീരും. നാം പരിഹാസികളായി പരിണമിച്ചാൽ നമ്മുടെ മേൽ ബന്ധനം മുറുകും. ഇത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതാണ്. ആർക്കും അഴിച്ചെടുക്കാനാകാത്ത ബന്ധനമായി മാറുന്നത്. സാത്താന്റെ ലക്ഷ്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് ആത്മാവ് ഇവിടെ സംസാരിക്കുന്നത് പാപികളോട് അവരുടെ പാപത്തെക്കുറിച്ചല്ല, വിശുദ്ധന്മാരോട് അവരുടെ അജ്ഞതയെക്കുറിച്ചും അവരിൽ വ്യാപരിക്കുന്ന വൃഥാഭിമാനത്തെക്കുറിച്ചും അവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദുരഭിമാനത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ അനുവർത്തിച്ചു വരുന്ന ഭോഷത്വത്തെക്കുറിച്ചും അല്പജ്ഞാനത്തെക്കുറിച്ചും കപടഭക്തിയെക്കുറിച്ചും ആത്മീയ അഹംഭാവത്തെക്കുറിച്ചും കപടസ്നേഹത്തെക്കുറിച്ചും ഒക്കെയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, വിശുദ്ധന്മാരോടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ വഞ്ചനപ്പെടരുത്, ദൈവത്തെ പരിഹസിക്കരുത് എന്നുള്ള ഈ മുന്നറിയിപ്പ്. വീണ്ടും ദൈവത്തിൻ്റെ വചനം ദൈവമക്കളോട് ഓർപ്പിക്കുന്നത്, വീണ്ടും ജനനത്തിൽ കൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കപ്പെട്ടവരായ വിശ്വാസികൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ ഉപയോഗിക്കപ്പെടുന്നവരും നടത്തപ്പെടുന്നവരുമാണ് എന്നുള്ള ഒരു ബോധ്യം അവരിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. നാം സന്തോഷത്തോടെയും അഭിമാനത്തോടെയും അത് പലപ്പോഴും അവകാശപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളവർ മനഃപൂർവം ജഡത്തിൽ വിതയ്ക്കുന്നുവെങ്കിൽ ദൈവത്തെ പരിഹസിക്കുന്നതിന് കുറ്റക്കാരായിത്തീരും എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തെ തള്ളിക്കളഞ്ഞവർ എന്നുള്ള ഒരു നിലയിലും സാത്താന് അവകാശം വിട്ടുകൊടുത്തവർ എന്ന നിലയിലും അവർ കുറ്റക്കാരായിത്തീരും ദൈവസന്നിധി. പ്രിയർ, ഇത് നാശം കൊയ്തെടുക്കുവാനുള്ള അവസരമായി മാറ്റപ്പെടുകയാണ്. ആകയാൽ നാം ചെയ്യുന്ന, നാം പറയുന്ന, നാം രുചിക്കുന്ന, നാം കേൾക്കുന്ന, നാം കാണുന്ന, നാം അനുഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഉളവാകുന്ന ഓരോ കാര്യവും
സൂക്ഷ്മ പരിശോധനയ്ക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനപ്രകാരം വിധേയമാക്കണം. നാം പിശാചിനാൽ വഞ്ചിക്കപ്പെടുകയാണോ? ഇതിനോടകം നാം പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നുവോ? ദൈവവചനത്തെ നാം മറുതലിക്കുന്നവരാണോ? ദൈവത്തെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കൂടി ദൈവത്തെ പരിഹസിക്കലാണോ നാം ചെയ്യുന്നത്? ജഡത്തിൽ വിതയ്ക്കലാണോ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നത് എന്നുള്ള വിഷയങ്ങളിൽ നാം ശോധന കഴിച്ച് കണ്ടെത്തേണ്ടിയ സത്യം കണ്ടെത്തി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു ദൈവ പൈതൽ എപ്പോഴും തൻ്റെ ജീവിതത്തിൽ ആത്മീയമായി ഉണർന്നിരിക്കുന്നവനും അവൻ്റെ കണ്ണും കാതുമൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തുറന്നു വച്ചിരിക്കുന്നവനുമാകണം. അങ്ങനെയുള്ളവനാണ് ഒരു പടയാളി അല്ലെങ്കിൽ ഒരു കാവൽക്കാരൻ. ദൈവം നമുക്ക് തന്ന പദവികളാണ്. നാം ദൈവത്തിൻ്റെ പടയാളികളാണ്. നാം ദേശത്തിൻ്റെ സഭയുടെയൊക്കെ കാവൽക്കാരാണ് എന്നുള്ളത്. പ്രിയരെ, വഞ്ചിക്കപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം വിടുവിച്ചെടുത്തതാണ്. ഒരിക്കൽ വഞ്ചനയിൽ കഴിഞ്ഞിരുന്ന, സാത്താൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന, എന്നാൽ ഇന്ന് വിടുതലിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശ്രേഷ്ഠത അനുഭവിക്കുന്ന ഒരു ദൈവപൈതൽ വീണ്ടും പിശാചിനാൽ വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവുള്ളവനായിരിക്കണം സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ഓരോ ദൈവമക്കളും. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, നമ്മുടെ മേലുള്ള വിളിയും തിരഞ്ഞെടുപ്പും വിലയേറിയതാണ് എന്ന് എപ്പോഴും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ മുൻപിലുള്ള നാളുകൾ, ദിവസങ്ങൾ വിലയേറിയതാണ്. ആകയാൽ നാം ഒരുക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അറിഞ്ഞ തിരുവചന സത്യങ്ങൾക്കായി എന്ത് വില കൊടുത്തും നാം നിലകൊള്ളണം. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി, ലോകത്തിന് വെളിച്ചം പരത്തുന്നവരായി, ജാതികളുടെ നടുവിൽ സാക്ഷ്യമുള്ളവരായി, ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവരാജ്യത്തിൽ ഇണങ്ങുന്ന ഉപകരണങ്ങളായി നാം ഉപയോഗിക്കപ്പെടുവാൻ ഇടയാകുകയും ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഭാഗ്യപദവി ലഭിച്ചവരായി തീരുകയും ചെയ്യും. ആകയാൽ കൂടപ്പിറപ്പുകളെ, നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദകരമാകട്ടെ, നമ്മുടെ ചിന്തകൾ ദൈവത്തിന് പ്രസാദകരമാകട്ടെ, നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമാകട്ടെ, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമാകട്ടെ. അതുകൊണ്ട് വഞ്ചനപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക. ദൈവത്തെ പരിഹസിക്കുന്നവരായി തീരാതിരിക്കാൻ സൂക്ഷിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, അനുഗ്രഹീതമായ നല്ല ഈ ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൻ്റെ സത്യങ്ങൾ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ നൽകിത്തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ആ വചനത്തോട് കൂറു പുലർത്തി വചനത്തിൻ്റെ അന്തസ്സത്തയിൽ അത് എല്ലാം നിവർത്തീകരിച്ച് ജീവിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിൻ്റെ അമിതബലം ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ചൊരിഞ്ഞു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നിൻ്റെ ആവശ്യങ്ങളിൽ, ഇന്നിൻ്റെ മറുപടികളായി, വിടുതലുകളായി ചില നന്മകളും അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നു കൊടുക്കണമേ. കർത്താവെ, സാക്ഷ്യം പുലർത്തുവാൻ ഞങ്ങളെല്ലാവരും സഹായിച്ചാണ്. മഹത്വം അങ്ങയ്ക്ക്, സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.
വിളക്കുകളാകണമെന്നുള്ള കൽപ്പനയാൽ ഞങ്ങൾ നിർത്തിയിരിക്കുന്നതിനായി, ഞങ്ങളുടെ കൽപ്പനയാൽ ഞങ്ങളെ ചലിപ്പിക്കുന്നതിനായി കർത്താവേ